السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ദീനിൽ ഏറ്റവും പരമപ്രധാനമായ വിഷയമായ തൗഹീദിനെ കുറിച്ച് പഠിക്കാനുള്ള മറ്റൊരു മജ്ലിസ് കൂടി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവസാനമായി ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം ഉറപ്പിച്ചുകൊണ്ട് ഇഹലോകത്ത് നിന്നും പിരിഞ്ഞു പോകാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കിതാബ് തൗഹീദാണ് നമ്മൾ തൗഹീദ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഗ്രന്ഥം. അതിൻ്റെ ഒന്നാമത്തെ അധ്യായം, അതല്ലെങ്കിൽ ഈ കിതാബിന് ആമുഖമായി അദ്ദേഹം രചിച്ച ആ ഭാഗമാണ് നമ്മൾ വായിച്ചു പോരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ആ ആദ്യ ഭാഗത്ത് ആമുഖത്തിൽ നൽകിയിട്ടുള്ള തെളിവുകളാണ് വിശദീകരണ സഹിതം നമ്മൾ വായിച്ചു പോകുന്നത്. ഒന്നാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ ശാരിഹ്യങ്ങൾ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഈ കിതാബിൽ ഒന്നാമത്തെ അധ്യായമാണ് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ 67 അധ്യായം കിതാബ് തൗഹീദിനുണ്ട് എന്ന് പറഞ്ഞവരാണത്. രണ്ടാമത്തവർ പറഞ്ഞത് ഇത് ഒരു അധ്യായമല്ല, മറിച്ച് ശേഷമുള്ള അധ്യായങ്ങൾക്കുള്ള ഒരു ആമുഖമാണ്. അതുകൊണ്ട് ഈ തെളിവുകളെല്ലാം തൗഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തൗഹീദ് നിർബന്ധമാണ് എന്നതിനെക്കുറിച്ചും അറിയിക്കുന്ന തെളിവുകളാണ് എന്നാണ് അവർ പറയുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യം കൊടുത്തിട്ടുള്ള ഈ തെളിവുകളെല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൗഹീദിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, തൗഹീദ് നിർബന്ധമായി അവൻ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എന്നറിയിക്കുന്നതായ കാര്യം. ഇത് ഒരു വേള തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളെക്കാൾ കൂടുതൽ ബോധ്യപ്പെടുക പുതുതായി തൗഹീദിലേക്ക് വന്ന ആളുകൾക്കായിരിക്കും. കാരണം അവർ ജീവിതത്തിൽ ഒരുപാട് കാലത്ത് തൗഹീദിനേക്കാൾ ഒരുപാട് കാര്യങ്ങളാണ് അവരേറ്റവും പരമപ്രധാനമായ കാര്യങ്ങളായി മനസ്സിലാക്കി പോകുന്നത്. കാരണം നിസ്കാരത്തിനെ കുറിച്ച്, അതിൻ്റെ അഹ്കാമുകളെക്കുറിച്ച്, അതിനു മുമ്പ് ത്വഹാറത്തിനെ കുറിച്ച്, വുളുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ജീവിതത്തിൽ ഒരാളും തൗഹീദ് എന്നുള്ള വാക്ക് പോലും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നോ, എല്ലാ അമ്പിയാക്കളും ആദ്യം പഠിപ്പിച്ചതും ആവർത്തിച്ചതും അതാണെന്നോ അവരൊരിക്കൽ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു അധ്യായമാണ്. തൗഹീദ് വാജിബാണ്, എന്തുകൊണ്ടത് നിർബന്ധമായി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഓരോ തെളിവുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം 3 തെളിവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേത് തൗഹീദ് നമ്മുടെ ജീവിത ലക്ഷ്യമാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ് നമ്മൾ ഒന്നാമതായി പഠിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു പടച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. മുഴുവൻ അമ്പിയാക്കളെയും എല്ലാ ഉമ്മത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമേ, വജ്തനിബുത് താഗൂത്ത്, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിങ്ങൾ വെടിയണമേ എന്ന താക്കീതുമായിട്ടാണ് മുഴുവൻ അമ്പിയാക്കളെയും അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്തുമാത്രം പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല നിർബന്ധമാക്കി അവൻ വിധിച്ച അവൻ്റെ ശർഈയായ ദീനിൻ്റെ വിധികൾ പറയുമ്പോൾ ഒന്നാമതായി അല്ലാഹു തആല എണ്ണിയത് തൗഹീദാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവന് പുറമെ മറ്റൊരാളെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് നന്മയിൽ പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച കാര്യങ്ങൾ അവിടെ പറയാം. സഹോദരങ്ങൾ, ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത വിഷയം തൗഹീദാണ്.
അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ കക്ഷി ആരാണ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സഹായകമാകുന്ന ഒരു പോയിന്റ് കൂടി അതാണ്. ആരാണ് ഇത് ആവർത്തിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിട്ടുള്ളത്? ആരാണ് അവരുടെ ഏതൊരു സംസാരത്തിനും ആ തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗഹീദ് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ കുറഞ്ഞു പോകും എന്ന കാരണത്താൽ ചിലപ്പോൾ മറ്റ് മസ്അലകൾ പറയാൻ വലിയ താല്പര്യമായിരിക്കും. അങ്ങനെ ആളുകളെ കാണാൻ പറ്റും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യഥാർത്ഥ ഫിഖ് നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും, നിങ്ങൾ നാട്ടിൽ പോയി ഇങ്ങനത്തെ തൗഹീദൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ കിട്ടൂല. നാട്ടുകാരെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാത് നാട്ടിലെ ഫിഖ് നിങ്ങൾ വിശദീകരിച്ചാൽ മതി, അപ്പം എല്ലാവരും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ഷാഫിയാക്കളുടെ നാട്ടിൽ, ഈ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഷാഫി മദ്ഹബുകാരായ ആളുകളുടെ നാട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷാഫി മദ്ഹബിൻ്റെ ഫിഖ്ഹൊക്കെ വിശദീകരിച്ച് അങ്ങനെയുള്ള ദർസ് ഒരാൾ തുടങ്ങുകയാണെങ്കിൽ മുഴുവൻ ആളുകൾ വലിയ താല്പര്യമായിരിക്കും. നമ്മൾ ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട കിതാബുകൾ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്, അതിലേക്കാണ് ആളുകൾ ക്ഷണിക്കുന്നതെങ്കിൽ എല്ലാവരും ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള ഉസ്താദുമാർ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ എല്ലാവരും അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അവർക്ക് വേണ്ട ഫിഖ്ഹിയായ മസലകളായിരിക്കും പറയാം. പക്ഷേ ഇവർ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു വഞ്ചന. ഈ ആളുകൾക്ക് നിങ്ങൾ വുളൂവിൻ്റെയും നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഒക്കെ മസല പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ ഈ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന തൗഹീദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. തൗഹീദ് ശരിയാവാനുള്ള മാർഗം, തൗഹീദ് പൊളിഞ്ഞു പോകുന്ന മാർഗം, ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല. അപ്പം അത് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. അതേപോലെ പലരും അവർക്ക് ആളുകൾ കുറഞ്ഞു പോകാതിരിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കും, അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ ഈ തൗഹീദ് ഒഴിവാക്കണം, അവർ ബോധപൂർവം അത് മാറ്റി നിർത്തും. കാരണം തൗഹീദ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിം ഐക്യത്തിന് വിഘാതമുണ്ടാക്കും, അതിന് ഒരു അനൈക്യമുണ്ടാക്കും എന്നാണ് പിശാച് അവരെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ആ മുസ്ലിം അത്തരത്തിലുള്ള തൗഹീദ് ഇല്ലാത്ത ഐക്യം കൊണ്ട് ചിലപ്പോൾ നാടുകളിൽ നമുക്ക് ചില ബാഹ്യമായ ഉപയോഗം ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം അത് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തൗഹീദുള്ള ജനത ഒരുമിക്കേണ്ടതുണ്ട്, ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം തൗഹീദിലൂടെ അല്ലാതെ ഒരു ജനതയെ നന്നാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അതല്ലാത്ത നന്നാക്കലൊക്കെ അത് കേവലം കുറഞ്ഞ നാളുകളിലേക്ക് മാത്രമായിരിക്കും. എന്താണ് മുസ്ലിം ഉമ്മത്തിന് ഇത്രയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ തൗഹീദിൻ്റെ കുറവാണ്. എവിടെയെല്ലാം തൗഹീദ് ശക്തമാണോ അവിടെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായമുള്ളത് ഇന്നും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തൗഹീദ് അത് നിർബന്ധമാണ്, അതെന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിക്കുന്ന ഈ തെളിവുകൾ നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ശേഷമുള്ള ആയത്തുകൾ കൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ നമ്മളിതൊക്കെ മനഃപ്പാഠമാക്കേണ്ട ആയത്തുകളാണ്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആയത്തുകളാണിത്. സാധിക്കുന്ന ആളുകൾ കിതാബ് തൗഹീദിൻ്റെ ക്ലാസ് ആഴ്ചയിൽ ഒരു ക്ലാസ്സേ ഉള്ളൂ, അത്യാവശ്യം സമയമുണ്ട്. ഈ പറയുന്ന തെളിവുകൾ നിങ്ങൾ മനഃപ്പാടാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിൻ്റെ ദർസുകൾ വരുന്ന ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു മത്തിന് അതിൻ്റെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഹിഫ്ളാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ചെറിയ ചെറിയ ആയത്തുകളാണ്, ചില ആയത്ത് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ചിലത് കുറവായിരിക്കും. അത് നിങ്ങൾ ഹിഫ്ളാക്കുക, എന്നിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അത് നിങ്ങൾ ഉൾക്കൊള്ളുക. എങ്കിൽ നിങ്ങൾക്കും തന്നെ ഇൻഷാ അല്ലാഹ് ഒരാളെ തൗഹീദ് ഇല്ലാത്ത ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതിൽ വലിയ സ്വാധീനം ഉണ്ടാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഒരാളിൽ തഅ്സീർ ഉണ്ടാക്കണമെങ്കിൽ, സ്വാധീനം ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്ത് ഉദ്ധരിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് സാധിക്കുന്നത് പോലെ അത് മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാടൊന്നും ഇല്ല, നിങ്ങൾക്കൊരു ആഴ്ചയിൽ ഒരു പേജൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് 2 ക്ലാസ്സുകളിലായി 3 തെളിവുകൾ മാത്രമേ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ അധ്യായം പൂർത്തിയാക്കും. അപ്പോഴേക്കും നിങ്ങൾ ഒരു അധ്യായം അത് മനഃപ്പാഠമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. വലിയ ഉപകാരമുള്ള കാര്യമാണ്. ഖുർആൻ ഹിഫ്ളാക്കുന്നത് നമുക്കറിയാം വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ആ ഖുർആനിൽ തന്നെ തൗഹീദിൻ്റെ ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്തുകളും തൗഹീദിൻ്റെ ആയത്തുകളാണ്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ചില ആളുകൾ വിചാരിക്കും ഖുർആനൊക്കെ അല്ലേ ആദ്യം ഹിഫ്ളാക്കേണ്ടതുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ തെളിവ് പഠിക്കുന്നതെല്ലാം ഖുർആൻ തന്നെയാണ്. ഖുർആൻ ഒരാൾ മനഃപ്പാഠം അത് പഠിക്കുന്നത് വേറെയാണ്, പക്ഷേ ഇത് പഠിക്കുന്നതിൽ വലിയ ഉപയോഗം സ്വന്തം ജീവിതത്തിലും നമുക്ക് ആളുകൾക്ക് ദഅവത്ത് നടത്തുന്നതിലൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ആയത്ത് ഖാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ്
വഖൗലു വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈആ. അൻ-നിസായിലെ 36-ാമത്തെ ആയത്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിലുള്ളത്? വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന കാര്യമാണുള്ളത്. നമ്മളെല്ലാ ആയത്തിലും നേരത്തെ നമ്മൾ കണ്ടു തൗഹീദിന്റെ പ്രധാനപ്പെട്ട 2 റുക്നായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രധാനപ്പെട്ട 2 റുക്നായ നഫ്യും ഇസ്ബാത്തും, ഇതെല്ലാ തെളിവുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിലേക്കും ദൂതന്മാരെ അയച്ചിട്ട് അവർ പറഞ്ഞത് അൻ യഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകൾ നിങ്ങൾ വെടിയണം അല്ലെ. അൻ യഅ്ബുദുല്ലാഹ് എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ബാത്താണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം എന്ന് പറയുന്ന ഭാഗമാണ്. അതേപോലെ വജ്തനിബു താഗൂത്ത് എന്ന് പറയുന്നത് നഫിയാണ്, സകലതിനെയും ഒഴിവാക്കണം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ആരാധനക്ക് അർഹനായി ഒരാളുമില്ല എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹു ആദ്യം പറയുന്നത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എവിടെയാണ് മാത്രം എന്ന് കിട്ടിയത്? നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയ കാര്യമാണ്. വഅബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്നേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇബാദത്താകണമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതിന് ഭാഷാപരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതിനപ്പുറത്തേക്ക് തഫ്സീറുകൾ വേറെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന തഫ്സീർ നമുക്ക് പല തഫ്സീറിൽ ബഗവിയുടെ തഫ്സീറിലൊക്കെ കാണാൻ പറ്റുന്ന കാര്യമാണത്. ഖുറാനിൽ എവിടെയെല്ലാം ഇബാദത്ത് എന്ന് വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം മഅനാഹു അത്തൗഹീദ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. തഫ്സീർ നേർക്കുനേരെ നമുക്ക് വന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിന് തൗഹീദ് ഉണ്ടെങ്കിലേ അത് ഇബാദത്താവുള്ളൂ. നമ്മളന്ന് ഉദാഹരണമൊക്കെ സഹിതം പറഞ്ഞ കാര്യമാണ്. നിസ്കാരം ഒരു ഇബാദത്താണ്. നിസ്കാരത്തിൽ തൗഹീദ് ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകുന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നത് പറയുന്നതൊക്കെ ആയിട്ടുള്ള കാര്യമാണത് അല്ല. ഈ പറയുന്ന ഷിർക്കിന്റെ വക്താക്കൾ പോലും അവർ പലപ്പോഴും ഷിർക്ക് എന്ന് പറയുമ്പോൾ ആളുകളെ പഠിപ്പിക്കാറുള്ളത് ഈ ഷിർക്ക് മാത്രമായിരിക്കും. നിസ്കരിക്കും, ശ്രദ്ധിക്കണം, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. പറഞ്ഞത് ശരിയാണ്, ഷിർക്കിന്റെ ഒരു ഇനമാണത്, ആളുകളെ കാണിക്കുക, ലോകമാന്യം എന്നുള്ളത്. അതേപോലെ സ്വതക്കൈമ ശ്രദ്ധിക്കണം, ആളുകൾ കാണാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കൂലിയിട്ടുകയില്ല, പൊളിഞ്ഞു പോകും എന്നിട്ട് ആ പറയുന്ന തെളിവുകളൊക്കെ അവർ ഉദ്ധരിക്കാറുണ്ട്. അതൊക്കെ ചെറിയ ഷിർക്കുകളാണ്. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അയാൾ അമല് ബാത്തിലായി പോകുന്ന കാര്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് അത് ബാത്തിലായത്? കാരണം അത് അള്ളാഹുവിന് മാത്രം ചെയ്തില്ല എന്നാണ്. അപ്പം അത് ഇബാദത്ത് എന്നുള്ള ഗണത്തിൽ നിന്ന് പോകുകയും അത് ബാത്തിലായി പോവുകയും ചെയ്തു. കാരണം ഇബാദത്താണെങ്കിൽ അള്ളാഹു സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിക്കാത്തത് ഇബാദത്തായി മാറിയിട്ടില്ല. ആരുടെ പുകഴ്ത്തലാണോ ആരുടെ വാഴ്ത്തലാണോ നീ ഉദ്ദേശിച്ചത് അവനുള്ള ഇബാദത്തായി മാറി. അത് മുഖേന പരലോകത്തെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്തത് അവരുടെ അടുത്ത് പോയി പ്രതിഫലം തേടിക്കൊള്ളുക എന്നുള്ളതാണ്. അവർക്കാണെങ്കിൽ ചെയ്യാൻ സാധിക്കുകയുമില്ല. അപ്പൊ ചെറിയൊരു ഷിർക്ക് സംഭവിക്കുമ്പോൾ തന്നെ ഇബാദത്തല്ലാതായി തീരുന്നു എന്ന് ആളുകൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് വലിയ ഷിർക്ക് സംഭവിച്ചാൽ ഒരു ഇബാദത്തായി തീരുക? അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറയപ്പെടണമെങ്കിൽ തന്നെ തൗഹീദ് വേണം. അതുകൊണ്ട് തന്നെ വഅബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം തന്നെ വഹീദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാക്കണേ എന്നുള്ള താല്പര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതർത്ഥത്തിൽ? എല്ലാ അർത്ഥത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിലാകട്ടെ, ഉലൂഹിയത്തിലാകട്ടെ, അസ്മാ വ സിഫാത്തിലാകട്ടെ, തൗഹീദിന്റെ മുഴുവൻ ഇനങ്ങളിലും അള്ളാഹു ഏകനാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ആക്കണം. വഅബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ അത് തൗഹീദിനോടുള്ള കൽപ്പനയാണ് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ തൗഹീദ് കൽപ്പിച്ചാൽ തന്നെ അതെന്ത് വ്യക്തമാണ്? അള്ളാഹ്ക്ക് പുറമേയുള്ള മുഴുവൻ ഇബാദത്തുകൾ ഒഴിവാക്കണം, അഥവാ ഷിർക്ക് ഒഴിവാക്കണം എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഷിർക്ക് ഒഴിവാക്കിയാൽ മാത്രമേ തൗഹീദാവുകയുള്ളൂ. എന്നിട്ട് കൂടി വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിക്കൊണ്ട് പറയാണ് വലാ തുശ്രികൂ ബിഹി ഷൈആ, വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ അള്ളാഹു എത്ര ഉറപ്പോടു കൂടിയാണ്, എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് കാര്യം പറയുന്നത്. ചെറിയ ആയത്താണെങ്കിലും അതിൻ്റെ ഘടന നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. വഅബ്ദുല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി തന്നെ അള്ളാഹുവിന് പുറമേയുള്ള മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കണം. ഇബാദത്തുകൾ ആയ എന്തുണ്ടോ അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ, മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. ദുആ ഇബാദത്താണ്, സഹായതായിട്ട് ഇബാദത്താണ്, അറിവ് ഇബാദത്താണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ, മറ്റൊരാൾക്ക് നൽകരുത് എന്നുള്ള പാഠം ആ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടി. വഅബ്ദുല്ലാഹ്.
പക്ഷെ ഒപ്പം വലാ തുശ്രികൂ ബിഹി ഷൈഅ ഒന്നുകൂടി ഉറപ്പിച്ച് പറയണം. ഇനി അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വലാ തുശ്രികൂ ബിഹി ഷൈഅൻ എന്ന് പറയുന്നതിൽ തന്നെ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളും ഒഴിവാക്കണം എന്ന് കിട്ടി. ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളും ഒഴിവാക്കണം എന്നുള്ളത് കിട്ടുന്നുണ്ട്. അത് ഭാഷാപരമായ 2 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഭാഷാപരമായ ചെറിയൊരു ചർച്ചയാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. വലാ തുശ്രികൂ, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഭാഷയിൽ പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ് തുശ്രികൂ, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. അപ്പം ആ ക്രിയയിൽ അതിൻ്റെ മസ്ദർ, അതിൻ്റെ പ്രഭവമായ വാക്ക് ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയാറുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ അത് മസ്ദറാണ് എന്ന് അവർ പറയും. മസ്ദർ എന്ന് പറയുന്നത് നെക്കിറയാണെന്ന് പറയും. നെക്കിറ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാവണമെങ്കിൽ പറയാം, ഇപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നെക്കിറയാണ്. പക്ഷെ ഇന്ന കുട്ടി സെയ്ദ് എന്ന് പറഞ്ഞാൽ അത് നെക്കിറയല്ല, നമ്മൾ ഒരു മാരിഫയാണ്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഭാഷാപരമായ ചർച്ചയിൽ. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഏത് കുട്ടിയാവാം, ഇന്ന കുട്ടി എന്നില്ല, സ്പെസിഫിക് അല്ല. പക്ഷെ സെയ്ദ് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചായി പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതങ്ങനെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അവിടെ നെക്കിറയായിട്ടാണ് ഉപയോഗിച്ചത്, ഒരു കുട്ടി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഷിർക്കിൻ്റെ ഒരു ഇന്ന് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഷിർക്കും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. വലാ തുശ്രികൂ എന്ന് പറയുമ്പോൾ ഷിർക്കിന്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം എന്നാണ്. വലുതും ചെറുതുമായ എല്ലാ ഷിർക്കും ഒഴിവാക്കണം എന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടി. അത് ഭാഷാപരമായ കാര്യമാണ്. പലപ്പോഴും ഈ ആളുകൾ ഈ ഇവിടെയുള്ള സമസ്തയുടെയും മറ്റും വക്താക്കൾ അവർ ഭാഷാപരമായി വലിയ ചർച്ചകൾ നടത്തുന്ന ആളുകളാണ്. അവരുടെ കുട്ടികളെ പ്രധാനമായും അവരുടെ തുടക്കത്തിൽ ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഭാഷാപരമായ ചർച്ചകളാണ്. പക്ഷേ അത് വേണ്ടെടുത്ത് ഉപയോഗിക്കില്ല. ഈ ഫാല ഫാല ഫാലു എന്നിങ്ങനെ വെറുതെ സർഫാക്കിയിട്ട് കുറേ കാര്യങ്ങൾ സർഫാക്കും. പക്ഷെ ഈ ഭാഷാ നിയമങ്ങൾ, നെഹ്വിൻ്റെ നിയമങ്ങൾ, ബലാഗയുടെ നിയമങ്ങൾ അത് വേണ്ടെടുത്ത് ഉപയോഗിക്കുകയില്ല. അത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആഴം മനസ്സിലായേനെ. വലാ തുശ്രികൂ എന്ന് പറഞ്ഞാൽ ഒരു ഷിർക്കും ചെയ്യാൻ പാടില്ല. ഭാഷാപരമായ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ തീർന്നില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷൈഅൻ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വലാ തുശ്രികൂ ബിഹി ഷൈഅ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അവിടെ നിയമപ്രകാരമുള്ള, അറബി ഭാഷ നിയമപ്രകാരമുള്ള കാര്യമാണ്. ഒരു കാര്യത്തെ വിലക്കിക്കൊണ്ട് വരികയും അവിടെ നെക്കിറ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇനത്തിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം എന്ന് പറയും. ആ കാര്യത്തിലൊന്നും ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ നബിമാരോട് നേടിയ കുഴപ്പമുണ്ടോ, സാലിഹ്യങ്ങളോട് നേടിയ കുഴപ്പമുണ്ടോ എന്നൊരു ചർച്ചക്കേ വകയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചർച്ചക്കേ വകയില്ല. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഏതെങ്കിലും നബിയോട് നേടുന്നത് കുഴപ്പമില്ല, അത് മക്ക മുശ്രിക്കുകൾ അങ്ങനെ ആരൊക്കെ ബിംബങ്ങളോട് നേടിയത് കൊണ്ടാണ് കുഴപ്പം, നബിമാരോടോ സാലിഹ്യങ്ങളോടോ ആയ കുഴപ്പം, അങ്ങനെ ഒരു ചർച്ചക്കേ വകയില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ എവിടെയും, സലഫുസ് സാലിഹ്യങ്ങളുടെ കാലഘട്ടത്തിൽ എവിടെയും എന്നല്ല, ആദ്യത്തെ 500-600 നൂറ്റാണ്ടുകളിൽ എവിടെയും നമുക്കിങ്ങനെ ഷിർക്ക് ചെയ്യുന്നതായി ഇങ്ങനെ സംഭവങ്ങൾ എവിടെയും കാണാൻ സാധിക്കുകയില്ല. ജാറങ്ങൾ കെട്ടിയുയർത്തി പ്രാർത്ഥിക്കുക, പല വിദഗ്ധകളും തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്, ശിഈകൾ ഉണ്ടായിട്ടുണ്ട്, മുഅ്തസിലികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന് പുറമെ ആളുകളെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ വരുന്ന ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ്. പല മുശ്രിക്കുകളുമായി കൂടിക്കലർന്നപ്പോഴാണ് ഇസ്ലാമിലേക്ക് അത്തരം കാര്യങ്ങൾ വന്നത് എന്നാണ്. കാരണം അത്രയും വ്യക്തമാണ് തൗഹീദിൻ്റെ തെളിവുകൾ. തൗഹീദ് അജയ്യമാണ്, അതിന് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. കാരണം ഈ ആയത്ത് ഇത് മാത്രം മതി ഒരാൾക്ക് തൗഹീദ് സ്ഥാപിക്കാൻ. വഅബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പിന്നെ അവിടെ ജിന്നിനോടൊന്നോ മലക്കിനോടൊന്നോ സാലിഹായ വ്യക്തിയോടൊന്നോ നബിമാരോടൊന്നോ ഒന്നും വ്യത്യാസമില്ല. എന്താണെങ്കിലും ശരി ഷിർക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഷിർക്കാകുന്നത് എപ്പോഴാണ്? അള്ളാഹ്ക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ആളുകൾക്ക് നൽകുമ്പോഴാണ്. വളരെ വ്യക്തമായ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ദുആഉൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദുആ അത് തന്നെയാണ് ആരാധന. അപ്പം ആരാധന അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ. അത് ഏതെങ്കിലും ഈ പറയുന്ന ഒരാൾക്ക് നൽകിയാൽ അത് ഷിർക്കായി എന്ന് ഈ ഒരൊറ്റ ആയത്ത് തെളിവാണ്. ഒരു ആയത്തല്ല, ഇത് ആയത്തിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പം അത്രയും തൗഹീദിന്റെ ആയത്തുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നിറച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സൂറത്ത് മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ഓതുമ്പോൾ ഈ തൗഹീദ് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തൗഹീദ് തന്നെയാണെന്ന് ബോധ്യപ്പെടും. അത്രയും തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ച അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ചകളെ കുറിച്ചിട്ടോ, ആ കാലഘട്ടത്തിൽ പല ഹറാമുകളും സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ടൊന്നും ഒരുപാടൊന്നും ചർച്ച ചെയ്യുന്നില്ല.
അപ്പോൾ ശരിയാണ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചിട്ട് സൂറത്തുണ്ട് വൈലുലിൽ മുത്തഫിഫീൻ എന്നുള്ളത്. എന്നാൽ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകളില്ല. കൂടുതൽ ചർച്ചകൾ തൗഹീദിനെ കുറിച്ചിട്ടാണ്. കാരണം ഇതൊരാൾ എത്ര കണ്ട് നന്നായി പഠിക്കുന്നുവോ അവൻ്റെ ബാക്കിയുള്ള ജീവിതം നന്നാകുന്ന. നമുക്ക് യഥാർത്ഥത്തിൽ തിന്മകൾ സംഭവിക്കുന്നത് തന്നെ നമ്മുടെ തൗഹീദിൻ്റെ കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ കുറവുണ്ടാകുമ്പോഴാണ് ഈമാനിൽ കുറവ് വരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മഅസിയത്തുകൾ തന്നെ സംഭവിക്കുന്നത് എന്നാണ്. അപ്പം എല്ലാത്തിനെയും പരിഹാരം തൗഹീദ് ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ആയത്ത് സഹോദരങ്ങളെ തൗഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ്. തൗഹീദ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഷിർക്കിനെ, എല്ലാ നിലക്കുള്ള ഷിർക്കിനെയും വിലക്കുകയും ചെയ്യുന്നു ഈ ആയത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് വഅബ്ദുല്ലാഹ് വലാ തുശ്രികു ബിഹി ഷൈആ എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്നു ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലുഹു ഖുൽ തആലു വത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈആ. സൂറത്തുൽ അൻആമിലെ 151 ആയത്ത് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന ആയത്തുകളാണിത്. ഈ ആയത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ആയത്ത് ഇതിന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലുള്ള പണ്ഡിതന്മാർ, സ്വഹാബികൾ പറഞ്ഞിട്ടുള്ളത് ഇത് ഖുർആനിലെ മുഹ്കമായ ആയത്തുകളിൽപ്പെട്ടതാണ്. ഖുർആനിലെ മുഹ്കമായ ആയത്തുകളിൽപ്പെട്ടതാണിത്. എന്താണ് ഖുർആനിലെ മുഹ്കമായ ആയത്തുകൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഹ്കം, മുത്തശാബിഹ് എന്നുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഖുർആനിൽ 2 ടൈപ്പ് ആയത്തുകൾ ഉണ്ടെന്നാണ്. മുഹ്കമായ ആയത്തുകൾ ഉണ്ടാവും, മുത്തശാബിഹുകളായ ആയത്തുകൾ ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ? എന്താണ്? പറഞ്ഞോളൂ. ഖണ്ഡിതമായ ആയത്തുകളുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനൊരു 2 ഇൻ്റർപ്രിട്ടേഷൻ ഇല്ല, 2 തഫ്സീർ പറയാനില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും, വളരെ വ്യക്തമായിരിക്കും. അതിലിപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായം സാധ്യത ഉണ്ട്, വക്കീല ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനില്ല. വളരെ വ്യക്തമായിട്ട് ഒരൊറ്റ തഫ്സീർ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ളതാണ് മുഹ്കമായ ആയത്തുകൾ എന്ന് പറയുന്നത്. എന്നാൽ മുത്തശാബിഹുകളായ ആയത്തുകളും ഖുർആനിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വേണമെങ്കിൽ അതിനിങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. അതിനർത്ഥം അത് ജായിസാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അതിന് സാധ്യത നൽകുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ 1-ാമത്തെ പേജിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മുഹ്കം മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത് വ ഉഖറു മുതശാബിഹാത്ത്, അതിൽ മുഹ്കമായ ആയത്തുകളുണ്ട്, അതേപോലെ തന്നെ മുത്തശാബിഹാത്തുകളായ ആയത്തുകളുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന റാസിഖായ ഇൽമുള്ള, ആഴത്തിലിറങ്ങി ഇൽമുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? കുല്ലു മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പം ഏതെങ്കിലുമൊക്കെ മുത്തശാബിഹുകളായ ആയത്തുകൾ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മുഹ്കമിലേക്ക് മടക്കും. അത് ഖണ്ഡിതമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ഇങ്ങനൊരു തെളിവിലൊരു സംശയം കണ്ടാൽ അവർ വേഗം എന്ത് ചെയ്യും? മുഹ്കം ഇങ്ങനെയാണ്, അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം അതിലേക്ക് മടക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെന്ത് ചെയ്യും? അതിന് വജ്ഹ് കണ്ടുപിടിക്കും, അതിങ്ങനെ ആയിരിക്കണം. കാരണം മുഹ്കമിലേക്ക് മടക്കുക എന്നുള്ളതാണ് താല്പര്യം. എന്നാൽ ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്നാൽ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ആളുകളെ പരീക്ഷിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വക്രതയുള്ള ഭാഗങ്ങളിലേക്ക് പോയിട്ട് മുഹ്കമിനെ ഒഴിവാക്കും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോയി വബ്തഗു ഇലൈഹിൽ വസീല എന്ന് കാണുമ്പോഴേക്ക് ഇതെന്തെങ്കിലും വസീല ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് എന്തെങ്കിലും അത് ഇങ്ങനെ ഔലിയാക്കളെ മധ്യവൃത്തിയായി സ്വീകരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നിൽ പോകും. എവിടെയും അത് തെളിവിട്ടുകയില്ല. അപ്പം അതാണ് മുഹ്കമും മുത്തശാബിഹും. നമ്മൾ അതിലേക്കല്ല പ്രവേശിക്കുന്നത്. മറിച്ച് ഈ ആയത്തുകളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും അതുപോലെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് മുഹ്കമായ ആയത്തുകളാണ് എന്നാണ്. അത് ഈ പറഞ്ഞ കാര്യത്തിന് 2 തഫ്സീർ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, ഈ ആയത്തുകൾക്ക്, തൗഹീദിൻ്റെ ആയത്താണ് ഇത് ആദ്യം തുടങ്ങുന്നത്, തൗഹീദാണ് ആദ്യം തുടങ്ങുന്നത്. ഇതിൽ 2 വ്യാഖ്യാനത്തിലേക്കൊന്നും പോകേണ്ടതില്ല. ഇത് മുഹ്കമായ ആയത്താണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പ്രഖ്യാപിക്കാൻ പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, പറയുക, തആലോ, നിങ്ങൾ കടന്നു വരിക എന്നാണ്. തആലോ, ഈ തആലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്ന അർത്ഥം പറയുമ്പോൾ അതിന് വേറൊരു ഭാഷാപരമായ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അതായത് ഒരു ഉലൂവിലേക്ക്, അതായത് ഉന്നതിയിലേക്ക് കടന്നു വരിക എന്നൊരു അർത്ഥമുണ്ട്. തആൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ് സാധാരണഗതിയിൽ അർത്ഥമുള്ളൂ. തആൽ എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. പക്ഷേ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഒരു ഉന്നതിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഇതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കൂട്ടമേ ഉള്ളൂ. ലോകം മുഴുവൻ ശിർക്കില, മക്ക പോലും ഫത്ഹായിട്ടില്ല.
ലോകം മുഴുവൻ ഷിർക്കാണ്. മക്ക പോലും ഫത്ഹായിട്ടില്ല, മക്ക പോലും ഷിർക്കിൽ നിന്ന് മുക്തമായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് അറിയിക്കുന്നതായ വലിയ തെളിവുകളാണിത്. കാരണം ഈ ദീൻ ഉന്നതിയിലേക്ക് എത്തുമെന്നുള്ളത് തെളിവാണ്. പിന്നീട് തൗഹീദ് നിറഞ്ഞ രാജ്യമായി അത് മാറി. ലോകത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവനും തൗഹീദിലേക്ക് ആളുകൾ വന്നു. ആളുകൾ മറ്റ് ദീനുകൾ ഉപേക്ഷിച്ചു. യഹൂദർ അവരുടെ മതം ഉപേക്ഷിച്ചു, നസാറാക്കൾ അവരുടെ മതം ഉപേക്ഷിച്ചു. യമനും അങ്ങനെയുള്ള ഒരുപാട് നാളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നും അല്ലാഹു തആല പറഞ്ഞതുപോലെ കൂട്ടം കൂട്ടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക് ആളുകൾ വരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അത് യാഥാർത്ഥ്യമായി. അപ്പോൾ അവിടെ അല്ലാഹു തആല ആ വാക്ക് ഉപയോഗിക്കുന്നത് ഉലൂവിൻ്റെ കാര്യമാണ് എന്നാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞു അത് ദീനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കുറിച്ചിട്ടാണ് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു അതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൂവിനെ കുറിച്ചിട്ടാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്കാണ് പറയുന്നത്. അങ്ങനെയൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താണ് വിഷയം? ഖുൽ, നബിയെ പറയുക, തആലൂ, നിങ്ങൾ വരിക. എന്തിനാണ് വരുന്നത്? നിങ്ങൾ കടന്നു വരിക. അത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് നിഷിദ്ധമാക്കിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അല്ലാഹു തആല അത് പറയാൻ, പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കാൻ. ഖുൽ, നബിയെ പറയുക, തആലൂ, നിങ്ങൾ ഇങ്ങോട്ട് വരിക. അത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്താണ് നിഷിദ്ധമാക്കിയത് എന്നുള്ളത്. അള്ളാഹു എന്താണ് നമുക്ക് നിഷിദ്ധമാക്കിയത് എന്ന് ചോദിച്ചാൽ അതറിയണമെങ്കിൽ ഈ ആയത്ത് നമ്മൾ ഓതുക. മുഹ്കമായ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് ഒന്നാമതായി പറയുന്ന കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്വാഭാവികമായിട്ടും ചെറിയൊരു സംശയം വേണം നമുക്ക് ഉണ്ടായേക്കാം. എന്തൊക്കെയാണ് നിഷിദ്ധമായ കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒന്നാമത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണോ? അല്ല, അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്താണ് അങ്ങനെ പറഞ്ഞത്? നിഷിദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നത് അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ അത് ഹറാമായ കാര്യമല്ല. അള്ളാഹുവിൽ ഒന്നിനും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് കൽപ്പിക്കപ്പെട്ട കാര്യം, അത് ഹറാമായ കാര്യമല്ല. പണ്ഡിതന്മാർ പറയാണ് അത് യഥാർത്ഥത്തിൽ അതിനിടയിൽ ഒരു തഖ്ദീറുണ്ട്, അതിനിടയിൽ സങ്കല്പിക്കേണ്ടതായ ഒരു തഫ്സീറുണ്ട്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്താണ്? അല്ലാ തുശ്രികൂ, വസ്സാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? വസിയത്തായിട്ട് പറയാണ്. ഇതൊക്കെ നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഒരു ഭാഷാപരമായ ഒരു ഇൽത്തിഫാത്തുൻ ബലീഗ് എന്ന് പറയും, സാഹിത്യപരമായ ഒരു മാറ്റമാണ്. അത് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ശരി, എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പങ്കു ചേർക്കരുത് എന്നുള്ളത് നിങ്ങൾക്ക് വസിയത്തായി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തൗഹീദിനെ കൊണ്ടുള്ള കൽപ്പിക്കലാണ്. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ ഒരാൾ എത്തുക എന്നുള്ളതാണ് ഒരു മുവഹിദിൻ്റെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല ശേഷം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പിന്നീട് മാതാപിതാക്കളുടെ പുണ്യം ചെയ്യേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് ഒരാൾക്ക് ഫലവത്താവണമെങ്കിൽ, അള്ളാഹു അതിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഈ തൗഹീദ് ശരിയായേ മതിയാവുള്ളൂ. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു തആല അതിൻ്റെ തർത്തീബ് അങ്ങനെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ മാതാപിതാക്കൾ അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്, പക്ഷേ അവന് തൗഹീദ് ഇല്ലാത്തവനാണ് എങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരം അവൻ ലഭിക്കാൻ പോകുന്നില്ല.
അവൻ ലഭിക്കുന്ന വല്ല ഉപകാരമുണ്ടെങ്കിൽ അത് ദുന്യവിയായ ഉപകാരം മാത്രമായിരിക്കും. ദുനിയാവിൽ ചിലപ്പോൾ അവൻ ചില സമാധാനങ്ങളോ അല്ലെങ്കിൽ ചില രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിൽ വിശാലതൊക്കെ ചിലപ്പോൾ നൽകിയേക്കാം, ഭൗതികമായ നേട്ടങ്ങൾ മാത്രം. പരലോകത്തേക്ക് അവന് യാതൊരു ഉപകാരമില്ല. എന്തെല്ലാം നന്മകൾ അവൻ മാതാപിതാക്കൾക്ക് ചെയ്യുന്നു, നാട്ടുകാർക്ക് ചെയ്യുന്നു, അവനെല്ലാം പണിയെടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലെത്തിയാൽ തൗഹീദില്ല എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത് ഹബാഅൻ മൻസൂറായി മാറ്റും. ചിതറിയ ധൂളികൾ പോലെ, നേരിയ പൊടികൾ പോലെയാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് മാറ്റുന്നതായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായി കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലാ തുശ്രികു ബിഹി ഷൈഅ എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. ഇനി ഈ ആയത്ത് തന്നെ അടുത്തൊരു ഹദീസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്. അതാണ് അദ്ദേഹം അടുത്തതായി പറയുന്നത്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു من أراد أن ينظر إلى وصية محمد صلى الله عليه وسلم التي عليها خاتمه فليقرأ قل تعالوا هاتلوا ما حرم ربكم عليكم إلى قوله وأن هذا صراطي مستقيما الآية. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അറാദ, ആരാണ് ഉദ്ദേശിക്കുന്നത്, അൻ യൻദുറ ഇലാ വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തായിട്ട് അവിടുന്ന് ബാക്കി വെച്ചിട്ടുള്ള ആ കാര്യം ആരാണോ നോക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലത്തി അലൈഹ ഖാതമുഹു, അവിടത്തേക്കുള്ള ഖാതം, അത് അവസാനമായി അവിടുന്ന് ഇതാണ് അവസാനമായി പറഞ്ഞിട്ടുള്ളതായ ഈ വാക്ക് ആരാണ് ഉദ്ദേശിക്കുന്നത്, ഫല്യഖറ, അവൻ ഈ ആയത്തുകൾ പാരായണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കൊടുക്കാൻ. ഈ ഹദീസ് സഹോദരങ്ങളെ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതേപോലെ തബറാനി, ബൈഹഖി പോലെയുള്ള മുഹദ്ദിസുകളൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ദഈഫാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് വേറെ പല മുഹദ്ദിസുകളും പറഞ്ഞിട്ടുണ്ട്. കാരണം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് ദഈഫാണ് എന്ന് പറയാൻ, അതിൻ്റെ നമുക്കറിയാം ഹദീസ് എങ്ങനെയാണ് ദഈഫായി പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ നോക്കും, അതിൻ്റെ ഒരു സനദ് ഉണ്ടാവും. ഹദീസിനൊരു സനദ് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുള്ള പരിചിതമായ കാര്യമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ സഹാബിയിലേക്ക് എത്തുന്ന ഒരു പരമ്പര ഉണ്ടാവും. ഇമാം ബുഖാരിയുടെ ഷെയ്ഖായ ഹുമൈദിയിൽ നിന്ന് കേട്ടു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൽ നിന്ന് കേട്ടു, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൽ നിന്ന് കേട്ടു, അങ്ങനെ സ്വഹാബിയിലെത്തി എന്ന് പറഞ്ഞ് പരമ്പര ഉണ്ടാവും. അപ്പം സ്വഹാബിയെ കുറിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സ്വഹാബിയെ കുറിച്ചിട്ടുള്ള അദാലത്ത് നോക്കേണ്ടതില്ല, സ്വഹാബി സ്വീകാര്യനാണോ നോക്കേണ്ടതില്ല. സ്വഹാബികൾ മുഴുവനും സ്വീകാര്യരാണ്. സ്വഹാബി ഏത് സ്വഹാബിയായാലും കുഴപ്പമില്ല. പക്ഷേ സ്വഹാബിയിൽ നിന്നും കേട്ടു എന്ന് പറയുന്ന താബിഈ ആരാണ്, സ്വീകാര്യനാണോ അല്ലേ എന്ന് നോക്കൂ. അതിനുശേഷമുള്ള ആൾക്കാരെ നോക്കും, അതൊക്കെ നോക്കും. ബുഖാരിയുടെ ഇടയിലുള്ള ആളുകളൊക്കെ നോക്കും. അപ്പം അങ്ങനെ പരമ്പരയിലുള്ള ആളുകളെ കുറിച്ച് നോക്കും. അപ്പം ആ പരമ്പരയിലുള്ള ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഓർമ്മ പശക് ഉണ്ടാവുക, അതല്ലെങ്കിൽ ആ വ്യക്തി എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ സത്യമല്ലാത്ത വാക്കുകൾ പറയുന്ന ആളായിട്ട് അറിയപ്പെടുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് അവിടെ ദുർബലത എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറഞ്ഞതാണ്. ഒന്നുകിൽ അയാളുടെ ഹിഫ്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവണം, നല്ല മനുഷ്യനാണ് പക്ഷെ ഹിഫ്ളിൽ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ അത് സ്വീകരിക്കുകയില്ല. അതല്ലെങ്കിൽ അയാളുടെ ഹിഫ്ളൊക്കെ ശരി തന്നെയാണ്, നല്ല കൂവത്തുള്ള ഹിഫ്ളാണ്, പക്ഷേ അയാൾ കളവ് പറഞ്ഞതായിട്ട് ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരിഗണിക്കുകയില്ല. ഞാൻ കളവ് പറയുന്നതിൻ്റെ ഗണമൊക്കെ അയാൾ വലിയ കളവാണ്, പെരുന്നുണയനാണ്, കദ്ദാബാണ്, അതിൻ്റെയൊക്കെ ദർജക്കനുസരിച്ച് ഹദീസിൻ്റെ ഗണവും മാറും. ചിലപ്പം വെറും ദഈഫും മാത്രമായിരിക്കും, ചിലപ്പോൾ മുൻകറായ ഹദീസ് എന്ന് പറയും. ഇനി ഒരു സനദും അല്ലെങ്കിൽ മൗദൂആയ ഹദീസ് എന്നൊക്കെ അതിനെ പറയും. അതിൻ്റെ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിന് അങ്ങനെ സനദിൽ ഒരു ദാവൂദ് അൽ-ഔദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അതിനെ ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പക്ഷേ അവിടെ വളരെ ദഖീഖായ മൈന്യൂട്ടായ ചില കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ദാവൂദ് അൽ-ഔദി എന്ന് പറയുന്ന രണ്ടാളുണ്ടായിരുന്നു എന്നാണ്. ദാവൂദ് ബിൻ അബ്ദുള്ള അൽ-ഔദി എന്ന് പറയുന്ന ആളും ദാവൂദ് ബിൻ യസീദ് അൽ-ഔദി എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. ദാവൂദ് ബിൻ യസീദ് അൽ-ഔദി എന്ന് പറയുന്ന ആള് സ്വീകാര്യനല്ല, പക്ഷെ ദാവൂദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ആള് സ്വീകാര്യനാണ്. അപ്പോൾ അവർ രണ്ടാളുകളിൽ ആരാണ് അബ്ദുള്ളയുടെ പകരം യസീദാണെന്ന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിന് ദഈഫാണ് എന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നതിൻ്റെ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല. എന്തെന്നാലും സഹീഹായ ഹദീസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ അതിൻ്റെ വിശദീകരണം നോക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് മനസ്സിലാക്കേണ്ടത് എന്നാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരു വസിയത്ത് ഇന്നതാണ് നബിയുടെ വസിയത്ത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായി ഒരു കത്ത് എഴുതിയിട്ടില്ല.
മൻ അറാദ യൻദുറ ഇലാ വസിയത്തിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്തി അലൈഹ ഖാതമു സല്ലല്ലാഹു അലൈഹി വസല്ലം സീല് വെച്ച അവസാനമായി പറഞ്ഞ ഒരു വസിയത്ത് എന്നാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക വസിയത്ത് അവിടെ നിന്ന് എഴുതി തയ്യാറാക്കിയിട്ടില്ല. എങ്കിൽ എന്തുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഫിഖ്ഹാണ്. സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയത്ത് പോലെ എപ്പോഴും അവരെ ഓർമ്മിപ്പിച്ച കാര്യമാണ് ഈ ആയത്തിലുള്ള കാര്യം എന്ന് ശേഷക്കാർക്ക് അവർ മനസ്സിലാക്കി കൊടുക്കാൻ പറയാണ്. അപ്പോൾ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയത്ത് കാണാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ആയത്ത് അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ, ഫൽയഖറ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് പറയാണ്. അതായത് തൗഹീദിന്റെ കാര്യം ആദ്യം ഓർമ്മപ്പെടുത്തുന്ന, മാതാപിതാക്കളുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്ന, അങ്ങനെ തുടങ്ങിയ ദീനിന്റെ പരമപ്രധാനമായ കാര്യങ്ങൾ അവൻ മുറുകെ പിടിക്കട്ടെ എന്നാണ് ഈ ആയത്തിലൂടെ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് സലഫുകൾ എത്രമാത്രം ഇത്തരം ആയത്തുകളെ പരിഗണിച്ചിരുന്നു എന്നുള്ളതിനെ വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. അവർ ആയത്തുകളെ എല്ലാം ഒരുപോലെ, ചില ആയത്തുകൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, കൂടുതൽ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്ന ആയത്തുകൾ പ്രത്യേകമായി അവർ കണക്കാക്കിയിരുന്നു. അപ്പം അങ്ങനെയുള്ള മുഹ്കമായ ആയത്തുകളിൽ പെട്ടതാണ് ഈ ആയത്തുകൾ എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ആയത്തിലും എന്താണ് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട തെളിവ്? അവിടെ അല്ലാ തുശ്രികു ബിഹി ഷൈഅ എന്ന കാര്യം കൊണ്ടാണ് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വസിയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളത് നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വസിയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. പറഞ്ഞതാര്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഹദീസ് സഹീഹാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, നിങ്ങളിതാ ഈ ആയത്ത് പാരായണം ചെയ്യട്ടെ എന്നാണ്. അതല്ലെങ്കിൽ അവിടുന്ന് വസിയത്ത് എഴുതിയിട്ടില്ല, അവിടുന്ന് എഴുതുമായിരുന്നില്ല അല്ലേ? നമുക്കറിയാം, അവിടുന്ന് എഴുത്തറിയുന്ന ആളല്ല. അവിടുന്ന് ദൂരെയുള്ള രാജാക്കന്മാർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് വല്ലതും എഴുതണമെങ്കിൽ എഴുത്തറിയുന്ന കാത്തിബുകൾ അവർക്കുണ്ടായിരുന്നു. വഹി എഴുതാൻ കാത്തിബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് എഴുതാൻ ആളുണ്ടായിരുന്നു, അവരെ കൊണ്ടാണ് കാര്യങ്ങൾ എഴുതിക്കുക. മിൻ മുഹമ്മദ് ഇല ഹെർക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹെർക്കലിനേക്ക് വേണ്ടി കത്ത് എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ എഴുതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. കാരണം അവിടുന്ന് എന്ത് ചെയ്യില്ല, എഴുതാൻ അറിയില്ല. അതേപോലെ അവിടുന്ന് വായിക്കാനും അറിയില്ലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് അവിടുത്തെ നുബുവത്തിൻ്റെ തെളിവാണ്. അവിടുന്ന് കാര്യങ്ങളൊന്നും തന്നെ അല്ലെ. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വായന അറിയില്ല, എഴുത്തറിയില്ല എന്ന് പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലൊക്കെ എഴുത്തറിയുന്ന ആളാക്കാൻ വേണ്ടി അത് പരിശ്രമിക്കുന്നത് കാണാൻ പറ്റും. ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെ. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിരക്ഷരനാക്കിയത് തന്നെ ഇസ്ലാമിൻ്റെ തെളിവ് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഈ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ ന്യായങ്ങൾ ഒരുപാട് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞൊരു ന്യായമാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിഞ്ഞുപോയ ഏടുകളിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞുപോയ ഏടുകൾ വായിക്കാൻ അവിടത്തേക്ക് അറിയില്ല. അതേപോലെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കി എഴുതിയെടുക്കാൻ പോലും അവിടത്തേക്ക് അറിയില്ല. കാരണം അവിടുന്ന് അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നോക്കി വായിക്കാനോ പകർത്തി എഴുതാനോ അറിയില്ലായിരുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ 7 ആകാശത്തിന് മുകളിൽ നിന്ന് വഹിയായി ലഭിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ വാചകങ്ങളാണ് എന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലാഹു അലം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ നിശ്ചയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്ന ഹദീസ് قال المصنف رحمه الله وعن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم على حمار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ്, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കഴുതപ്പുറത്ത് പുറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് തുടങ്ങുന്നത്. നമ്മൾ ഈ സഹാബിയെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ട്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, മുആദെ അല്ലാഹുവാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു സഹാബിയാണ്. തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്, അദ്ദേഹം നാളെ ഖിയാമത്ത് നാളിൽ ഉലമാക്കളുടെ മുന്നിൽ അദ്ദേഹം ഒരു പടി മുന്നിലായിക്കൊണ്ട് നിർത്തപ്പെടുമെന്നാണ്. ഓരോരുത്തരെയും അവരവരുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുക. അപ്പം അങ്ങനെ ഉലമാക്കളുണ്ടാവും. ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ചിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പം അവരുടെ നേതാവായിക്കൊണ്ടാണ് മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ്. അപ്പോൾ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്താണ് സ്വഹാബി പറഞ്ഞത്? കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു എന്നാണ്. റദീഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ റാക്കിബു ഖൽഫ റാക്കിബ് ബിഇദ്നി, ഒരാളുടെ അനുമതിയോടുകൂടി അയാളുടെ പിന്നിൽ സഞ്ചരിക്കുന്ന, അതായത് പാസഞ്ചറായിട്ട് പുറകിലിരിക്കുന്ന ആൾക്കാണ് റദീഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റദീഫായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അൽ ഹാഫിദ് ഇബ്നു മന്ദ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇരുന്ന സ്വഹാബികളുടെ എണ്ണം അത് 30 ചില്ലാനും ഉണ്ടായിരുന്നു എന്നാണ്. വ്യത്യസ്ത ഹദീസുകളിൽ നിന്നും അദ്ദേഹം അത് കോർത്തിണക്കി പറഞ്ഞു. 30 ചില്ലാനും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് യാത്ര ചെയ്യിക്കുമായിരുന്നു എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം നമുക്ക് 2 രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അവിടുന്ന് ഉപയോഗിച്ച വാഹനം അത് ഹിമാറാണ്, കഴുതയായിരുന്നു. യഥാർത്ഥത്തിൽ മക്കയിലുണ്ടായിരുന്ന പ്രധാനികളായ ആളുകളൊന്നും അന്ന് പൊതുവെ കഴുതൊന്നും ഉപയോഗിക്കുകയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അതിനേക്കാളും വലിയ വാഹനം അവിടെ ഉണ്ട്. ഒന്ന് ജമലാണ്, ഒട്ടകമുണ്ട്. അതേപോലെ തന്നെ കുതിരയിൽ തന്നെ പല ഇനങ്ങളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിനയമാണ്. അവിടുത്തെ ഒരു എന്ത് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളൂ, ഒരു കഴുതയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വിനയത്തോടു കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് വലിയ വലിയ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പുറകിൽ ഒരാളെ ഇരുത്തുമായിരുന്നില്ല. പുറകിൽ ആളുകൾ അങ്ങനെ ഇരുത്തുകയില്ല, ഒറ്റക്കാണ് സഞ്ചരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ വിനയം കാണിച്ചിരുന്നു. സാധിക്കാവുന്ന അത്രയും അവിടുത്തെ സ്വഹാബികളോടും അവിടുത്തെ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കാണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടുത്തെ വിനയം സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി ചില റിവായത്തുകളിലൊക്കെ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന റിവായത്തുകളിൽ ഈ ഹിമാറിന് പേര് തന്നെ വന്നിട്ടുണ്ട്. ഉഫൈർ എന്നാണ് ഈ ഹിമാറിൻ്റെ പേര്, കഴുതയുടെ പേര് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഉഫൈർ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു മണ്ണിൻ്റെ കളർ, അഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൗനു തുറാബാണ്, മണ്ണിൻ്റെ നിറാണ്, ഒരു മണ്ണിൻ്റെ ചാരമാണ് ആ കളറുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഉഫൈർ എന്ന് പേരിട്ടതാണ് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ഏതാണ്ട് ഒരു ചുവപ്പിനോടടുത്ത, ചുവപ്പും വെളുപ്പും കലർന്ന നിറത്തിന് അങ്ങനെ അഫർ എന്ന് പറയും. അപ്പം അങ്ങനെയും അഭിപ്രായമുണ്ട്. അപ്പോൾ ആ കളറിൻ്റെ പേരിൽ അതിനൊരു പേരിട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മൃഗങ്ങൾക്ക് അങ്ങനെ പേര് വിളിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു വീട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ വല്ല പേരിടുന്നത് കൊണ്ട് തെറ്റില്ല. ശറഈനെതിരാകാത്ത പേരുകൾ ഇടുന്നത് കൊണ്ട് എന്തില്ല, തെറ്റില്ല. ഇനി കഴുത തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖൗഖിസ് മിസ്റിന്റെ ഭരണാധികാരി നൽകിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ശരി. എന്നിട്ട് പറയുന്നു ഖാല ലി യാ മുആദ്, മുആദ് പറയാണ്, ഫഖാല ലി, മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, മുആദേ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ അടിമകൾക്കുള്ള ഹക്ക് എന്താണ്, അള്ളാഹുവിൻ്റെ അവകാശം എന്താണ്, അള്ളാഹുവിന് ലഭിക്കേണ്ടതായ അവകാശം എന്താണ് എന്ന് നിനക്കറിയാമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള അവകാശം എന്താണ് എന്നറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഈ ഹദീസ് കുറച്ചുകൂടി വിശാലമായി വിശദീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഹദീസ് ഇങ്ങനെയല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിക്കുമ്പോൾ യാ മുആദ് എന്ന് വിളിക്കും. മുആദ് ലബ്ബൈക വ സഅദൈക എന്ന് പറഞ്ഞ് സാധാരണ വിളി കേൾക്കുന്ന രൂപത്തിൽ അതെ എന്ന് പറഞ്ഞ് വിളി കേൾക്കും. ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒന്നും മിണ്ടുകയില്ല. കുറച്ച് നേരം ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ യാ മുആസ്, മുആദേ എന്ന് വിളിക്കും. മുആദ് ലബ്ബൈക വ സഅദൈക, റസൂലുള്ളാഹി ഞാനിതാ അങ്ങയുടെ വാക്ക് കേട്ടിരിക്കുന്നു, ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നേരം പിന്നെ ഒന്നും മിണ്ടുകയില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത് യാ മുആദ് എന്ന് വിളിച്ചു. അദ്ദേഹം വീണ്ടും ലബ്ബൈക വ സഅദൈക എന്ന് പറയാൻ. അതായത് സ്വഹാബിയെ അത്രയും ജിജ്ഞാസയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഈ കാര്യം പറഞ്ഞു കൊടുത്തത് എന്നാണ്. ആ ഹദീസ് ശരിക്കും വായിക്കുമ്പോൾ, പൂർണ്ണരൂപം വായിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കാൻ പറ്റും. നേരെ ഇങ്ങ് പറഞ്ഞു പോവുകയല്ല. കാരണം പറയാൻ പോകുന്ന കാര്യം അത്ര ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്, നിസ്സാര ഒരു കാര്യമല്ല. മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ 3 പ്രാവശ്യം കാതോർപ്പിച്ചു എന്താണ് ഈ പറയാൻ പോകുന്നത് എന്നാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവരെ ഏറ്റവും ആദരിക്കുന്ന ഒരാളാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ നിലക്ക് പറയുമ്പോൾ വെറുതെ പറഞ്ഞാൽ തന്നെ അവർ അത്രയും സ്നേഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. പക്ഷേ ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ യഥാർത്ഥത്തിൽ ചെയ്തത്? ഒരു ഇസ്തിഫാമിൻ്റെ രൂപത്തിലാണ്. ഇത് പല ശാരീഹ്യങ്ങളും ഹദീസൊക്കെ വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ നിലക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയുന്നത് പണ്ഡിതന്മാർ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലൊരു മുഅല്ലിമായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു എന്നാണ്. കാരണം കുട്ടികളുടെ മനസ്സിൽ ഒരു കാര്യം, ഒരു ചോദ്യം ഇട്ട് കൊടുത്തിട്ട് ആ ചോദ്യത്തിന് അവർ ഉത്തരം തരയുക,
അങ്ങനെ അവർ തിരയുമ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം നൽകുമ്പോൾ നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന പറയും. അങ്ങനെ സ്വഹാബികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാമോ, ഇങ്ങനെയുള്ള കാര്യം അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഈ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഈ കാര്യം അവസാനം ചോദിക്കുകയുണ്ടായി. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക എന്ന് പറഞ്ഞു. അത് ലാ അദ്രി, എനിക്ക് അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും ഒരു മര്യാദയുള്ളൊരു വാക്കാണ്. ലാ അദ്രി എന്ന് പറയാം, എനിക്ക് അറിയില്ല എന്ന് പറയാം. അത് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിന്റെ പകുതിയാണെന്നാണ് പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള അങ്ങേയറ്റത്തെ മര്യാദയാണ് പറഞ്ഞത്, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക എന്നാണ്. ഇതിലും പണ്ഡിതന്മാരെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് എന്ത് കാര്യം ചോദിച്ചാലും, അതായത് ദീനിന്റെ ഹുക്മിനെ കുറിച്ച് ചോദിച്ചാൽ അല്ലാഹു വ റസൂലുഹു അലം എന്ന് പറയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനായി നമുക്ക് എന്ത് പഠിപ്പിച്ചു അതെല്ലാം റസൂലിനെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹ് നേരിട്ട് നമ്മോടൊരു കാര്യം പറയുന്നില്ല. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ദീനായി നിശ്ചയിച്ച് അല്ലാഹു അറിയുന്ന മുഴുവൻ അതിൻ്റെ വിധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാമെന്ന്. എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും, എപ്പോൾ ഇന്നയാൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മഴ പെയ്യും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. അത് അല്ലാഹു തആലക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വമാ യുനസ്സിലുൽ ഗൈസ് വമാ യഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഒരാൾ എപ്പോൾ മരിക്കൂ, എവിടെയാണ് മഴ പെയ്യുക, എപ്പോഴാണ് മഴ പെയ്യുക എന്ന കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കൃത്യമായി. അതുകൊണ്ട് തന്നെ ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചാൽ, കൗനിയായ പ്രാപഞ്ചികമായ കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു അലം എന്നാണ് പറയേണ്ടത്. അല്ലാഹു അലം എന്നാണ് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏതൊരു കാര്യം ചോദിക്കുകയാണെങ്കിലും ഏതൊരു ദീനിന്റെ വിധി പറയുകയാണെങ്കിലും അല്ലാഹു റസൂലുഹു അലം എന്ന് പറയാവുന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ സൂക്ഷ്മതക്ക് പുതിയ എന്തെങ്കിലും വിഷയമാണ് എങ്കിൽ അത് അല്ലാഹു അലം എന്ന് പറയലാണ് കൂടുതൽ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടത് കാണാൻ കണ്ടു. വേറെ ചിലർ പറഞ്ഞു അല്ല, ഏത് പുതിയ കാര്യങ്ങളാണെങ്കിലും ശരി അതിൻ്റെ മതവിധി നമ്മൾ ദീനിൽ നിന്ന് തന്നെയാണ് അത് തിരഞ്ഞെടുത്ത് പഠിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും അവിടുന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവിടുന്ന് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ശരി, എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യം? ഒന്നാമത്തത് അല്ലാഹുവിന് അവൻ്റെ അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്നാണ് പറയുന്നത്. ഈ അവകാശവും ശേഷം പറയുന്ന അവകാശവും അടിമകൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, അടിമകൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശം അത് വാജിബായ അവകാശമല്ല, നിർബന്ധമായിട്ട് അടിമകൾ കിട്ടേണ്ട അവകാശമല്ല. എന്താണ് അവകാശം എന്നുള്ളത് ശേഷം പറയുന്നത്. എന്നാൽ അല്ലാഹുവിന് അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം അത് നിർബന്ധമായ അവകാശമാണ്. നമ്മൾ അല്ലാഹുക്ക് കൊടുക്കേണ്ട കാര്യം പറയുന്നുണ്ട്, അത് നിർബന്ധമായി നമ്മൾ അല്ലാഹുവിന് കൊടുക്കേണ്ട കാര്യമാണ്. എന്നാൽ അല്ലാഹുവിൽ നിന്നും അതിന് പകരമായി അടിമകൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം മാത്രമാണ് എന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചില ദലാലത്തിൻ്റെ ആളുകൾ, മുഅ്തസിലിയാക്കളായ ആളുകൾ, അവർ പറയാറുള്ളത് നമുക്ക് അല്ലാഹുവിൽ നിന്ന് നിർബന്ധമായി കിട്ടണമെന്നാണ്, നമ്മുടെ അവകാശമാണ് എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അല്ലാഹു തആലക്ക് പുറമെ ഒന്നിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് അല്ലാഹുവിന് അടിമകളിൽ നിന്നും കിട്ടേണ്ടതായ അവകാശമാണ്. അല്ലാഹുവിൽ നിന്നും അടിമകൾക്ക് അല്ലാഹുവിന് നിർബന്ധമായി കിട്ടേണ്ട അവകാശമാണ്. എന്നാൽ അതിനു പകരം അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്ന അവകാശം അല്ലാഹുവിൻ്റെ ഔദാര്യം ഒന്ന് മാത്രമാണ് മനസ്സിലാക്കണം. മുഅ്തസിലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പ്രതിഫലം അല്ലാഹുക്ക് തരൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. നഊദുബില്ലാ, ഇതൊരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു തആല നമുക്ക് നൽകിയ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ ഇങ്ങോട്ട് തരാൻ ഒരു ബാധ്യതയും അല്ലാഹു തആലക്കില്ല. അല്ലാഹു നൽകുന്നതെല്ലാം തന്നെ ഔദാര്യം മാത്രമാണ്, സ്വർഗം ഉൾപ്പെടെ അല്ലാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. കാരണം നമുക്ക് അല്ലാഹു ഭൗതികമായി നൽകിയ ഒരു അനുഗ്രഹം തന്നെ അതിന് പകരമായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. നമ്മളൊരു കണ്ണ് മാത്രം നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം, അതിന് പകരം നമ്മൾ ദുനിയാവിലുള്ള സമയം മുഴുവനും സുജൂദ് ചെയ്താൽ പോലും അതിൻ്റെ ശുക്ർ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല.
അതിന് പുറമെ നമ്മൾ ഓരോ അവയവങ്ങളെക്കുറിച്ചും നമ്മൾ ജീവന്റെ ഓരോ തുടിപ്പിനെ കുറിച്ചും ചിന്തിച്ചാൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അതിനൊന്നും പകരാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്വർഗം എന്ന് പറയുന്നത് തീർത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഔദാര്യം മാത്രമാണ്. എന്നാൽ നരകം എന്ന് പറയുന്നതോ അത് ഒരിക്കലും എന്തല്ല, നമുക്ക് അനർഹമായി കിട്ടുന്നൊരു കാര്യമല്ല, അള്ളാഹുവിൻ്റെ നീതിയുടെ പര്യായമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി, ആ അനുഗ്രഹങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ബോധ്യപ്പെടുത്തി തന്നു, എങ്ങനെ ചെയ്തുകൂടാ എന്ന് വ്യക്തമാക്കി തന്നു. എന്നിട്ട് അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നബിമാരെയൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ഹക്കും ബാത്തിലും വേർതിരിക്കാനുള്ള ആളുകൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ബാക്കിയാക്കി. ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാക്കി. അതൊന്നും പരിഗണിക്കാതെ അവനവൻ്റെ ദേഹേച്ഛകളെ പിൻപറ്റി പോയ ആളുകൾക്ക് അള്ളാഹു നരകം നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുമാറാണ്. അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ശരി, ഇവിടെ പറഞ്ഞ കാര്യം ഹഖുൽ ഇബാദി അലല്ലാഹ്, ഇവിടെ പറഞ്ഞ കാര്യം ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, അടിമകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നൽകേണ്ട ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്ന കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ, അവരെല്ലാവരും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവരൊരാളും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അൻ യഅ്ബുദൂഹു, അവരെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വലാ യുശ്രികൂ ബിഹി ഷൈആ, അവൻ യാതൊന്നിലും അതിൽ ഇബാദത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ്. ഇബാദത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകണം എന്ന് വീണ്ടും പറയാം. അപ്പം അതിന് വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അടിമകൾക്ക് മുഴുവനും അള്ളാഹുവിന് നിർബന്ധമായി നൽകേണ്ട അള്ളാഹുവിനോടുള്ള ഹക്കിൽപ്പെട്ട ബാധ്യതയിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇബാദത്ത് മുഴുവനും അള്ളാഹ്ക്കായിരിക്കണം, നമ്മൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യമായി കിട്ടുന്ന അവകാശം റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയില്ല? വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാത്ത, ഒന്നിലും പങ്കു ചേർക്കാത്ത ആളുകൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നഫി ചെയ്യുക, അതിനെ നിഷേധിക്കുക രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തത് അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയേ ചെയ്യില്ല എന്നാണ്. മുവഹിദീങ്ങളായ ആളുകൾ അവർ ധാരാളം സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ മീസാനിൽ സൽക്കർമ്മങ്ങളാണ് അവരുടെ മോശപ്പെട്ട കർമ്മങ്ങളെക്കാളും താഴ്ന്നു നിൽക്കുന്നത് എങ്കിൽ, അവർക്ക് വലക്കൈയിലാണ് അവരുടെ കിതാബ് നൽകപ്പെടുന്നത് എങ്കിൽ അവർ സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നതാണ്. അവരൊരിക്കലും നരകം അവരെ സ്പർശിക്കുന്നതായിരിക്കുകയില്ല. അള്ളാഹു കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തേത്, തൗഹീദുള്ള ആളുകൾക്ക് അവർക്ക് നിഷേധം പറയുന്നത് നഫ്യുൻ മുഖയ്യദാണ്. അതായത് അവർക്ക് കാലാകാലം അവരൊരിക്കലും എന്ത് ചെയ്യുകയില്ല, ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. തൗഹീദ് ഉണ്ടോ സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. അള്ളാഹു അവനെ നിർബന്ധിച്ചിരിക്കുകയാണ്. അവൻ്റെ അടിമകൾക്ക് മുഴുവൻ തൗഹീദിലാണ് അവൻ മരണപ്പെടുന്നത്, അവൻ ഒരിക്കലും കാലാകാലം നരകത്തിൽ പ്രവേശിക്കുകയേ ചെയ്യില്ല. അവൻ എത്രയാണോ തിന്മകൾ സംഭവിച്ചത് അതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ അള്ളാഹു തആല അതിനു മുമ്പ് പുറത്തു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയും അങ്ങനെ അവൻ എന്ത് ചെയ്യുകയാണ്? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫല ഉബശ്ശിറുൻ നാസ്, ഞാൻ ജനങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഇത് നമുക്ക് ഇന്ന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അന്ന് സഹാബികൾക്ക് ഇതൊന്നും അറിയുന്നില്ല. അവർക്കിങ്ങനെ ആയത്തുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മദീനയിലാണ്, കാര്യങ്ങൾ ഓരോന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യം അറിയില്ല. ഇന്ന് നമുക്ക് ഈ ഹദീസ് പൂർണ്ണമായി കിട്ടി. സ്വഹാബി ചോദിച്ചു, അഫല ഉബശ്ശിറുൻ നാസ്, ഞാൻ ജനങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയത്തകിലു, നീ അവരെ സന്തോഷ വാർത്ത അറിയിക്കണ്ട, നീ അവരെ ഈ കാര്യം അറിയിക്കണ്ട. ഫയത്തകിലു, അവരെന്ത് ചെയ്യും? അവരതിൽ ഇത്തിക്കാല് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർ ഈ കാരണം പറഞ്ഞത്, അവർ തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് പ്രവേശിക്കുകയില്ല എന്ന കാരണം പറഞ്ഞ് അതിൽ അവലംബിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ മോശപ്പെട്ട ആളുകളായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ പിന്നീട് ചിന്തിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഹദീസ് അറിഞ്ഞത്? നമ്മൾ ഈ ഹദീസ് അറിഞ്ഞത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചേക്കാം. യഥാർത്ഥത്തിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹാബി, ഇദ്ദേഹത്തിൽ ഉദ്ധരിക്കുന്ന ആൾ പറയുന്നുണ്ട്, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അഖ്ബറ ബിഹാ മുആദ് ഇൻദ മൗതിഹി തഅസ്സുമൻ. മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അദ്ദേഹത്തിന്റെ മരണസമയത്താണ്, മരണാസന്നമായ സമയത്താണ് ഈ ഹദീസ് അറിയിക്കുന്നത്. തഅസ്സുമൻ, ഇത് മറച്ചു വെച്ചാൽ അദ്ദേഹം കുറ്റക്കാരനാകുമോ എന്ന് പേടിച്ചിട്ട്. കാരണം ഇൽമു മറച്ചു വെക്കുന്നത് വൻ പാപമാണെന്ന് അറിയിക്കുന്നതായ ഹദീസുകൾ വേറെ അപ്പുറത്തുണ്ട്. അപ്പം അദ്ദേഹം അത് രണ്ടും കൂടി പഠിച്ചു.
അപ്പം അദ്ദേഹത്തിന് ഈ ഇൽമ് ഞാൻ ഇത്രയും വലിയ ഇൽമ് അത് മറച്ചു വെച്ചാൽ ഞാൻ കുറ്റക്കാരനാകുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് എന്ത് ചെയ്തു, പേടിയുണ്ടായി. മാത്രവുമല്ല, ഇത് ഒരു മനുഷ്യനെയും അറിയിക്കേണ്ടതാത്തതായ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ അറിയിക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെയും അറിയിക്കില്ലായിരുന്നു. അവിടുന്ന് ആ സമയത്ത് ഇതല്ലാത്ത ചില ആളുകൾ, അതായത് ദീനിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവരിത് അറിയുകയാണ് എങ്കിൽ അവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തൗഹീദുള്ളവരാണ് എന്ന് പറഞ്ഞ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അത് അറിയിക്കാത്തതാണ് എന്നാണ്. എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ബോധ്യമായി. ഈ ഹദീസ് ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൗഹീദ് ഉണ്ടായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ താക്കീത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് ബോധ്യമായി. മുആദ് റളിയല്ലാഹു അൻഹു അതോടെ ഉൾപ്പെടെയാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. കാരണം തൗഹീദ് ഉണ്ട് എന്ന് വിചാരിച്ച് അതിൽ ഇഅ്തിമാദ് ചെയ്യാതെ അതിൽ അവലംബിച്ച് നിൽക്കണ്ട, അങ്ങനെ നിങ്ങൾക്ക് അബദ്ധം പിണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാണ്, ലാ തുബശ്ശിറുഹും ഫയത്തകിലു. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുത്താൽ അതിൽ അവലംബിച്ചുകൊണ്ട് അമലുകൾ കുറക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് പാടില്ല എന്നുള്ളത് ഈ ഹദീസ് പൂർണ്ണമായി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരാൾ ഷിർക്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് കാലാകാലം നരകമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ തൗഹീദ് ഒരാൾക്കുണ്ട് എങ്കിൽ അവൻ സ്വർഗപ്രവേശനം ഉറപ്പാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ ഒരു നിമിഷ നേരം പോലും നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. നമ്മൾ തൗഹീദ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തിന്മ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. അവിടുത്തെ ഒരു നിമിഷം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് തുല്യമായ ദിവസമാണ്. അവിടെ ഒരു ദിവസം പോലും നമുക്ക് ആ നരകത്തിൽ നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദ് അത്രയും ഗൗരവത്തിൽ പഠിക്കണം. തൗഹീദിൻ്റെ താല്പര്യമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്നുള്ള വലിയ പാഠമാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ നമുക്കുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനെതിരാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും വേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ. അവസാനത്തിൽ അദ്ദേഹം ഈ ദർസ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളൊരിക്കലും തന്നെ തൗഹീദ് വിട്ട് ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും തൗഹീദിനെ ബാധിക്കുന്ന ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തൗഹീദിനെ എവിടെ ബാധിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഴപ്പിക്കുക ഈ വിഷയത്തിലായിരിക്കും. നമ്മൾ തൗഹീദിൽ നിന്നും എങ്ങനെ നമ്മൾ അതിൽ നിന്നും മാറ്റി നിർത്തണം, അതിനെതിരാകുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ എങ്ങനെ അതിന് പഴപ്പിക്കണം എന്നാണ് പിശാച് ഏറ്റവും ആദ്യം നോക്കുന്നത്. അതിൽ വഞ്ചിക്കപ്പെടാൻ നമ്മൾ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അവർക്ക് തൗഹീദിനോട് എത്ര താല്പര്യമുണ്ടെന്ന് നോക്കണമെങ്കിൽ ഖുതുബയിൽ, ജുമാ ഖുതുബയിൽ ഖത്തീബ് തൗഹീദാണ് പറയുന്നതെങ്കിൽ ചില ആളുകൾ വന്ന് പറയും എന്നും തൗഹീദാണ്, കേട്ട് മടുത്തു എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് തൗഹീദ് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ താല്പര്യമുണ്ടാകും, ആത്മാർത്ഥമായ താല്പര്യമുണ്ടാകും. കാരണം അവൻ എപ്പോഴും കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് അവൻ്റെ സ്വർഗവും നരകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവൻ യഥാർത്ഥ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ഒരു ഇൽമ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം അവനുണ്ടാകും. ഈ ഇൽമ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ നരകത്തിൻ്റെ വഴിയിലാണ്. അവർ കേൾക്കേണ്ടതും അറിയേണ്ടതും ഈ ഇൽമാണ് എന്ന ബോധ്യം അവനുണ്ടാകും. അതുകൊണ്ട് ഇത് ആവർത്തിക്കുന്നതിന് അവന് താല്പര്യം ഉണ്ടാകും, ഇത് ആവർത്തിക്കണമെന്ന ആഗ്രഹം അവനുണ്ടാകും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ട് എങ്കിലും ഇത് ആവർത്തിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയും അതിൻ്റെ മാർഗത്തിലായി തീരാൻ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം പറയാണ്, ചില ആളുകൾ വഹാബി എന്ന് പറയുമ്പോഴേക്കും തൗഹീദ് പറയുന്ന അവസാനിപ്പിക്കും. ആളുകൾ വഹാബി എന്ന് പറയും, അതല്ലെങ്കിൽ ഇന്ന ആളാണ് എന്ന് പറയും, ചിലപ്പോൾ ഏതെങ്കിലും തീവ്രവാദിയാണ് എന്ന് പറയുമ്പോഴേക്കും തൗഹീദ് പറയുന്ന ചില ആളുകൾ അവസാനിപ്പിക്കും. അതൊരിക്കലും ശരിയല്ല എന്നാണ്. ദുനിയാവിയായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി തൗഹീദ് പറയുന്നത് ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയാം. ഒരുപാട് തൗഹീദിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരുപാട് പണ്ഡിതന്മാരെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവർ തൗഹീദിന് വേണ്ടി മസ്ജിദ് നബവിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അബ്ദുൽ അസീസ് ഷിബിൽ റഹിമഹുല്ലാ, അതൊരു പണ്ഡിതൻ. ഞാൻ യഥാർത്ഥ സുലൈമാൻ റുഹൈലിയുടെ ഈ സംസാരത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കേൾക്കുന്നുണ്ട്. സുലൈമാൻ റുഹൈലി ഇത് പറയുന്നുണ്ട്, നിങ്ങളിൽ അധികം ആൾക്കാരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം എന്നും കൂടെ തൗഹീദ് പഠിപ്പിക്കുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം എന്നും അങ്ങനെ പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ആളുകൾക്കിടയിൽ അധികം മാറൂഫായ ഒരാളായിരുന്നില്ല. പക്ഷെ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദിന് അത്രയും പ്രാധാന്യം കൊടുത്തതിൻ്റെ ദർസുകൾ എടുക്കുന്ന ആളായിരുന്നു. മസ്ജിദ് നബവി വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ പറയാൻ, അദ്ദേഹത്തിന് ദർസ് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അദ്ദേഹം തൗഹീദ് ആവർത്തിച്ചെടുക്കുന്നത് കാരണത്താൽ
ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർസിൽ ഒരു മനുഷ്യനെ പോലും ഉണ്ടാവുകയില്ല, ചിലപ്പോൾ ഒരാളൊക്കെ ഉണ്ടായാൽ മതി. അങ്ങനെ അദ്ദേഹം പക്ഷെ നിർത്തുകയില്ല എന്നാണ്. അദ്ദേഹം അത് ആവർത്തിച്ച് ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാണ്. അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സംഭവമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം ആദ്യത്തിൽ ദർസ് എടുക്കുന്ന സമയത്ത് ഒരാളും വരില്ല. അദ്ദേഹം പറയാണ്, ബാങ്ക് എടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കും, അയാൾ ബാങ്ക് കൊടുക്കാൻ പറയും. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അവിടെ ദർസ് എടുക്കും. ചിലപ്പോൾ അദ്ദേഹം ഇരുന്നാലായി, അതല്ലെങ്കിൽ ഒരാളുണ്ടാവുകയില്ല. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം അധികം ആളുകൾക്കും താല്പര്യമില്ല, പലരും വന്ന് അതിന് ഇരിക്കുന്നില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം അത് നിർത്തിയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് കൊടുക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഇൽമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തൗഹീദ് അത് പഠിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും ആളുകളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് ഉത്സാഹം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.